എറണാകുളം അങ്കമാലി അതിരൂപത മെട്രോപൊളിറ്റൻ വികാരി തലശ്ശേരി മെത്രാപ്പൊലീത്ത മാർ പാമ്പ്ലാനിയോട് സോക്കോൾഡ് ഞാൻ പറയുന്നത് സോക്കോൾഡ് കൽദായ കാണിച്ച ആക്രമണം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വളരെ ഗൗരവതരമായിരുന്നു, വളരെ ശക്തമായിരുന്നു. നമുക്കൊന്നും അതിനെപ്പറ്റി അറിയില്ലായിരുന്നു, കാരണം നമ്മളുടെ ആൾക്കാർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ വീഡിയോ കണ്ടു. ആ വിഷ്വൽസിൽ ഇത് എത്രമാത്രം വീഷ്യസ് ആയിട്ടുള്ളൊരു ആക്രമണമായിരുന്നു അദ്ദേഹത്തിനെതിരെ നടന്നത് എന്ന് നമുക്ക് പിടിയിട്ടില്ലായിരുന്നു. ഇതിൻ്റെ കുറെ കൂടി വ്യക്തമായിട്ടുള്ള ഒരു ഭാഷ്യം പുറത്തു വന്നത് തലശ്ശേരി അതിരൂപത ചാൻസലർ ആൻഡ് PRO ഫാദർ ബിജു മുട്ടത്തുകുന്നേലിൻ്റെ ഒരു വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അവിടെ എന്താണ് ഈ 5-ാം തീയതി എന്താണ് അവിടെ നടന്നത് എന്നുള്ളതിനെ പറ്റി വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ച് കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ അദ്ദേഹത്തെ അവിടെ തടഞ്ഞു വെച്ചു. ഇതിനു മുമ്പ് തന്നെ അവിടെ ജനങ്ങൾ അവിടെ ഈ കൽദായർ അദ്ദേഹത്തെ കാണാൻ ആവശ്യപ്പെട്ടു എന്ന് കൂര്യ മെത്രാനെ അറിയിച്ചു. മെത്രാൻ പറഞ്ഞു അവരെല്ലാവരെയും വേണ്ട, അവരുടെ പ്രതിനിധികളായിട്ട് 3-4 പേരെ അകത്തേക്ക് കയറ്റിവിടാനാണ് അദ്ദേഹം കൂര്യായോട് പറഞ്ഞത്. എന്നാൽ കൂര്യ കരുതിക്കൂട്ടി 100ഓളം പേരെ അകത്തേക്ക് കയറ്റിവിടുകയാണ്. ഒറ്റ ഉദ്ദേശം, മാർ പാമ്പ്ലാനിയെ വളയുക, ഭീഷണിപ്പെടുത്തുക, ഘരാവോ ചെയ്യുക. അദ്ദേഹത്തെ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഒരു പച്ചവെള്ളം പോലും കൊടുക്കാതെ അവിടെ കുത്തിയിരിപ്പിച്ചു. അദ്ദേഹത്തെ അസഭ്യഭാഷണം ചെയ്തു, ഭീഷണിപ്പെടുത്തി, വളരെ വൃത്തികെട്ട ഭാഷയിൽ അദ്ദേഹത്തെ വളരെയധികം ചീത്ത പറഞ്ഞു. മാത്രമല്ല അവർ കാര്യമായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. കൽദായർ മദ്യത്തിൻ്റെ പുറത്താണ് അവർ ഈ ചെയ്യുന്നതെല്ലാം ചെയ്തു കൂട്ടുന്നത്. അതുകൂടാതെ ലിസൺ ടു ദിസ്, അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ, പാവം എന്ത് ചെയ്തിട്ടാണെന്ന് അറിഞ്ഞൂടാ, ഡ്രൈവറെ മർദ്ദിച്ചു. വണ്ടിയുടെ ഡാഷിൻ്റെ മുകളിലിരുന്ന ക്രൂശിത രൂപം അവർ എടുത്തു മാറ്റി. ഓഫ് കോഴ്സ് പാമ്പ്ലാനിയാണെന്നറിയിലും അവിടെ മാർത്തോമാ കുരിശ് വയ്ക്കുകയല്ലോ, കൽദായ കുരിശ് വയ്ക്കുകയല്ല, വണ്ടിയുടെ മുകളിൽ ക്രൂശിത രൂപം വയ്ക്കുള്ളൂ. അതുപോലെ എല്ലാവരും അങ്ങനെയാണ്. ഈ കൽദായരുടെ കാര്യം നോക്കി അവരുടെ വണ്ടിയിൽ മുഴുവൻ ക്രൂശിത രൂപം ഉണ്ടാവുള്ളൂ. ആരുടെ മുമ്പിലും ഈ ക്ലാവ കുരിശ് ഉണ്ടാകുകയില്ല. അപ്പോൾ ആ കുരിശെടുത്ത് മാറ്റി. കൂടാതെ ഇതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ളൊരു ആരോപണം, അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് 69,000 രൂപ മോഷണവും പോയി. ഞാൻ പറഞ്ഞു ഇവർക്കൊക്കെ പോയി ചാകരുതോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന ഈ ആരോപണം ഉള്ളതാണ് എന്ന് വരികയിൽ എനിക്കറിഞ്ഞുകൂടെ മാർ പാമ്പ്ലാനി 69,000 രൂപ കയ്യിൽ വട്ടക്കാശിനായിട്ട് കൊണ്ടു കിടക്കുന്നത്, പോക്കറ്റ് മണിയായിട്ട് കൊണ്ടു കിടക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ എല്ലാം അരമന വക ചെലവുകളാണ് നടത്തുന്നത്. 2 അരമനകളുണ്ട്, 2 രൂപതകളുണ്ട് ചെയ്യുന്നത്. എന്തിനാണ് ഈ 69,000 രൂപ ക്യാഷായി അദ്ദേഹം കൊണ്ടു നടന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്തെങ്കിലും ആകട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ അത്രയും രൂപ മോഷ്ടിക്കപ്പെട്ടു. അത് ആരോപണം ഇവർ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ശരിയാണെങ്കിൽ എത്ര മ്ലേച്ഛരാണ്. അങ്ങനെ എല്ലാ രീതിയിലും വളരെ ശക്തമായിട്ടുള്ള, ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇദ്ദേഹത്തിനെതിരെ നടന്നത്. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ നമുക്കതിനെപ്പറ്റി വലിയ വശമുണ്ടായില്ല, കാരണം നമ്മളുടെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിൻ്റെ ഫുൾ പിക്ചർ, അതിൻ്റെ ഏകദേശ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ആക്രമണമാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സഭ എടുക്കേണ്ടതാണ്. അതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ പാമ്പ്ലാനി പിതാവിനെതിരെ ഇങ്ങനെ ആക്രമണം നടന്നപ്പോഴത്തേക്കും തലശ്ശേരി രൂപതയിൽ നിന്നും പല പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിരൂപത PRO, അതുപോലെ ചാൻസലർ ഫാദർ ബിജു മുട്ടത്തുകുന്നേലിൻ്റെ ഈ വീഡിയോ. അതിന് 2 ദിവസം മുമ്പ് തന്നെ അവിടുത്തെ മാതൃസംഘടന ഒന്നടങ്കം ഒരു പരാതി നമ്മുടെ സഭാ നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരിക്കാർ പൊതുവെ ഇളകിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം അവരുടെ മെത്രാനെ തൊട്ട് കളിച്ചപ്പോഴത്തേക്കും തലശ്ശേരി രൂപത മാത്രമല്ല, മാതൃസംഘം മാത്രമല്ല, ഈ ചാൻസലർ മാത്രമല്ല, നമ്മുടെ തോമാക്കുന്നും അല്പം ഇളകി. തോമാക്കുന്ന് ഇതിനെ അപലപിച്ചുകൊണ്ട് കുറിപ്പിറക്കി. പത്രങ്ങളിൽ വരെ, മാതൃഭൂമിയിലും മനോരമയിലും വരെ ഇതിനെതിരെ ന്യൂസ് വന്നു. അതായത് ഇദ്ദേഹത്തിനെതിരെ നടന്ന ആക്രമണത്തിനെതിരെ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്ന ഇരട്ടത്താപ്പ് നയത്തെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 2 വർഷം മുമ്പ് നമ്മുടെ അതിരൂപതയിലെ ആസ്ഥാനത്ത് ബസിലിക്ക പള്ളിയിൽ വെച്ച് വിശുദ്ധ കുർബാന അലങ്കോലപ്പെടുത്തി, ബലിപീഠം തട്ടിമറച്ചു, കുർബാന അലങ്കോലപ്പെടുത്തി, വൈദികരെ ആക്രമിച്ചു. വീഡിയോ നിങ്ങൾ കണ്ടതാണ്. ഒരു വൈദികനെ ബാക്കിൽ പുറങ്കാലിന് തൊഴിക്കുന്ന ഒരു ദ്രോഹി തൊഴിക്കുന്ന സീൻ നമ്മൾ കണ്ടു. അതിനേക്കാളപ്പുറം അൾത്താര അവിശുദ്ധമാക്കിയത് സാക്രിലേജിയസ് ബിഹേവിയർ, കുർബാന
തടഞ്ഞ് കുർബാന അലങ്കോലപ്പെടുത്തി നശിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. ആരെങ്കിലും അതിനെപ്പറ്റി അപലപിക്കാനുണ്ടായോ? ആരെങ്കിലും നമ്മുടെ സഭാ നേതൃത്വം, തോമാക്കുന്നു വടക്കേക്കര, അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ ഏതെങ്കിലും മെത്രാന്മാർ അല്ലെങ്കിൽ പുരോഹിതർ, വളരെ അപൂർവം പുരോഹിതർ, പക്ഷേ ഏതെങ്കിലും മെത്രാന്മാർ അതിനെ അപലപിച്ചുകൊണ്ട് ഒരു കുറിപ്പിറക്കിയോ? ഇല്ല. അത് കഴിഞ്ഞ് എത്രയെത്ര സംഭവങ്ങൾ നടന്നു സുഹൃത്തുക്കളെ, എത്ര സംഭവങ്ങൾ നടന്നു. അതിനുശേഷം ഫാദർ ജെറിൻ പ്രസാദഗിരി പള്ളിയിൽ, അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്നത് തൃപ്പൂണിത്തുറ വികാരിയെ ഒരുത്തൻ കരണക്കുറ്റിക്ക് അടിക്കുകയാണ്. നമ്മളത് കണ്ടതാണ്. നമ്മളത് കണ്ടില്ല എന്ന് വെക്കാനൊക്കത്തില്ല. അതുപോലെ തന്നെ നമ്മളുടെ വൈദികർക്കെതിരായിട്ട് നടന്ന 21 വൈദികർക്കെതിരായിട്ട് നടന്ന ആക്രമണം, പോലീസ് ആക്രമണം, അതായത് ഈ നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെ അവരുടെ ഒത്താശയോടെ നമ്മുടെ വൈദികർക്കെതിരെ നടന്ന മൃഗീയമായ ആക്രമണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ഞാനിപ്പോൾ തൃപ്പൂണിത്തുറ അച്ഛനെ കരണക്കുറ്റിക്ക് അടിക്കുന്ന ആ സീന്, ഇതെല്ലാം കണ്ടിട്ട് ആർക്കും നൊന്തില്ല, ആർക്കും വേദനിച്ചില്ല. ഒരു പുരോഹിതൻ ഈ തലശ്ശേരി രൂപതയിലോ ഏതെങ്കിലും രൂപതയിലെ ഏതെങ്കിലും ഒരു വൈദികർ, ഏതെങ്കിലും ഒരു മെത്രാൻ ഒരക്ഷരം കമ എന്ന് മിണ്ടിയോ? ഇത് നടക്കരുതാത്തതാണ്. പുരോഹിതൻ്റെ മേൽ കൈവയ്ക്കരുതാത്തതാണ്. അത് ശിക്ഷാർഹമാണ്. ഈ വ്യക്തിക്കെതിരെ നടപടികൾ എടുക്കണം. ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഇത് തികച്ചും അപലപനീയമാണ് എന്ന് തുറന്ന ഭാഷയിൽ ശക്തമായി സംസാരിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായോ? നമ്മുടെ വൈദികരോ വൈദിക ശ്രേഷ്ഠരോ ആരെങ്കിലും ഉണ്ടായോ? ഉണ്ടായില്ല. അന്ന് ഞാൻ നർച്ചനെന്ന് പറഞ്ഞു. കൽദായരെ അറപ്പ് മാറി അച്ഛന്മാരുടെ മേൽ കൈവയ്ക്കാൻ മടിക്കാത്ത ഇവർ നാളെ കൈവയ്ക്കാൻ പോകുന്നു മെത്രാൻ്റെ മേലായിരിക്കുമെന്ന് ഞാൻ വെട്ടിത്തുറന്ന് ഞാൻ പറഞ്ഞു. അന്നെല്ലാവരും എന്നെ കളിയാക്കി. ഈ ജോസ് തരിയത്ത് അവിടെ നിന്ന് തന്നെയാണ് മലയാളി അമേരിക്കയിൽ നിന്ന് പ്രസംഗിക്കുന്നു, എന്താ കാര്യം, വട്ട് പറയുന്നു, കളവൻ മൊട്ട, ഇതൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. ഇപ്പം എന്തായി? അന്യായങ്ങൾ നടക്കുമ്പോഴത്തേക്കും, അതിക്രമങ്ങൾ നടത്തുമ്പോഴത്തേക്കും അപലപിക്കാതിരുന്നാൽ ആ ആക്രമം പിന്നീട് നിങ്ങൾക്ക് നേരെ ഉണ്ടാകും. അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്, അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ പാമ്പ്ലാനിയെ തൊട്ടപ്പോഴത്തേക്കും അവിടുത്തെ PRO അല്ലെങ്കിൽ ചാൻസലർക്കും അവിടുത്തെ മാതൃസംഘത്തിനും വേദനിച്ചു, നൊന്തു. എറണാകുളത്തെ വൈദികരെ വർഷങ്ങളായിട്ട് സഭാ നേതൃത്വം പീഡിപ്പിക്കുന്നു. സഭാ നേതൃത്വത്തിൻ്റെ പിന്തുണയോടും അവരുടെ ചെലവിലും നടക്കുന്ന ഈ കൽദായ പേപ്പട്ടികൾ കഴിഞ്ഞ 2-3 വർഷമായി ഈ അതിരൂപതയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ അതിനെതിരെ കൈ ചൂണ്ടുവാൻ തയ്യാറായില്ല. മാർ പാമ്പ്ലാനി ഇവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ജനങ്ങളും വിശ്വാസികളും വൈദികരും ഒരാവശ്യം ഉന്നയിച്ചു. എന്താണ്? ഇവിടുത്തെ കൂരിയ ക്രിമിനലാണ്, ഇവിടുത്തെ കൂരിയ സഭാവിരുദ്ധരാണ്, അഴിമതിക്കാരാണ്, കുറ്റക്കാരാണ്, ക്രിമിനൽസാണ്. അവരെ നീക്കണം. ഈ അതിരൂപത സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരെ മാറ്റണം എന്ന് മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് നമ്മുടെ 21 വൈദികർ രക്തസാക്ഷികളുമായി, അവരുടെ രക്തം പുരണ്ട കൈകളാണ് തട്ടിലിൻ്റെയും ഈ പാമ്പ്ലാനിയുടെയും. ഈ ആവശ്യം ഉന്നയിച്ച് പ്രാർത്ഥനാ യജ്ഞം നടത്തിയ 21 വൈദികരെ തല്ലിച്ചതച്ചിട്ട് അത് കാണാത്ത പോലെ പോയി പാമ്പ്ലാനി. അവസാനം കളക്ടർ തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കുമാണ് അദ്ദേഹം U-turn എടുത്ത് തിരിച്ചു വന്ന് അദ്ദേഹം കരാറിൽ ഒപ്പിട്ടിട്ട് പോയി 1 മാസത്തിനകം ഈ കൂരിയായെ മാറ്റുമെന്ന്. ആ 1 മാസത്തിനകം ഈ കൂരിയായെ അവിടെ നിന്ന് മാറ്റിയിരുന്നു എന്ന് വരികിൽ അദ്ദേഹത്തിനെതിരെ ഈ ആക്രമണം 5-ാം തീയതി ഉണ്ടാകുമായിരുന്നു സുഹൃത്തുക്കളെ. അന്ന് അദ്ദേഹം ഒപ്പിട്ട് തന്ന ആ വാഗ്ദാനം നിറവേറ്റിയിരുന്നു എന്ന് വരികിൽ, ഈ കൂരിയായെ എടുത്ത് മാറ്റിക്കളഞ്ഞു എന്ന് വരികിൽ തീർച്ചയായിട്ടും ഇതുണ്ടാകില്ല. അദ്ദേഹത്തിനെതിരെ ഈ പാമ്പ്ലാനിക്കെതിരെ നടന്ന ആക്രമണം കൂരിയായുടെ ഒത്താശയോട് കൂടിയായിരുന്നു എന്ന് കൂരിയായി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഞാളിയൻ തരിയത്തുണ്ട്. അങ്ങനെ ഒരു ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഈ കള്ളുകുടിയന്മാരായിട്ടുള്ള കൽദായർ അദ്ദേഹത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഇപ്പം എൻ്റെ വിഴ എന്ന് ഇപ്പോൾ പോലും പാമ്പ്ലാനിക്ക് തോന്നുന്നുണ്ടോ? പാമ്പ്ലാനിക്കും തട്ടിലിനും ഒരൊറ്റ ഉത്തരവ് കൊണ്ട് ഇവരെ അവിടെ നിന്ന് നിലം പരിശാക്കി മാറ്റിക്കളയാവുന്നേ ഉള്ളൂ.
ഒരു ഭവനത്തിൽ പാമ്പുകളെ കൂടെ കെടുത്തിയിട്ട് എങ്ങനെ സമാധാനമായിട്ട് കിടന്നിറങ്ങാൻ സാധിക്കും ഈ പാമ്പ്ലാനിക്ക്? അതുതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും തന്നെ കയറി കൊത്താൻ ചാൻസുള്ള മൂർഖൻ പാമ്പിനെയാണ് അരമനയിൽ അവർ കുടിയിരുത്തിയിരിക്കുന്നത്. അവർ ഒഴിവാക്കാനായിട്ട് എന്തുകൊണ്ട് മാർ തട്ടിലും എന്തുകൊണ്ട് മാർ പാമ്പ്ലാനിയും തയ്യാറാകുന്നില്ല? അതിൻ്റെ രഹസ്യം എന്താണ്? എറണാകുളത്തെ 400-450 വൈദികരും എറണാകുളത്തെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും പറയുന്നു ഈ കൂരിയ ക്രിമിനൽ കൂരിയയാണ്. ഒരു രീതിയിലും സഭയിലെ അതിരൂപതയിലെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുവാനായിട്ട് യോഗ്യതയുള്ളവരല്ല ഇവർ എന്ന് മുറവിളി അവിടുത്തെ ജനങ്ങൾ കൂട്ടാൻ തുടങ്ങിയിട്ട് മാസം എത്രയായി പാമ്പ്ലാനി? നാളെ എത്രയായി മാർ തട്ടിൽ? എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു? മാർ പുത്തൂറും മാർ താഴത്തും നിലവിലുണ്ടായിരുന്ന കൂരിയകളെ ജനങ്ങൾ അറിയ പോലും ചെയ്യാതെ ഞൊടിയിട കൊണ്ട് സ്ഥലം മാറ്റി പുതിയ കൂരിയായെ നിയമിച്ചു. അതെന്ത് മാജിക്ക്? നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഈ പുതുവായെയും പള്ളുപ്പട്ടയെയും മറ്റും എന്തുകൊണ്ട് നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ പറ്റുന്നില്ല? അവർ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ? ജനങ്ങൾ തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. പുതുവായിയുടെ കയ്യിൽ നിങ്ങളുടെ എന്തോ അരമന രഹസ്യങ്ങൾ, നിങ്ങളുടെ എന്തോ അസ്ഥികൂടങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തൊട്ടുകളിക്കാൻ നിങ്ങൾ തയ്യാറാകാത്തത്. ജോഷി പുതുവയും മറ്റ് പള്ളുപ്പട്ടയും എല്ലാം വിചാരിക്കണം നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾ നിങ്ങളെ എന്നേക്കുമായി അവിടെ വെച്ചു പുലർത്തുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾ സ്വപ്നം കാണേണ്ട. നിങ്ങൾക്ക് അവിടെ പാമ്പ്ലാനിക്കെതിരെ ഭീഷണി അഴിച്ചുവിടാം, ഭീകരത നടത്താം, നിങ്ങളുടെ കൊള്ളസംഘത്തെ കൊണ്ട് അദ്ദേഹത്തെ ഭയപ്പെടുത്താം, വിരട്ടാം. പക്ഷേ ഞാൻ പറയുന്നു, ഇതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് നമ്മുടെ സഭാധികാരികളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി. മൂർഖൻ പാമ്പുകളെ പാലൂട്ടി വളർത്തിയത് മറ്റാരുമല്ല. മൂർഖൻ പാമ്പുകളെ പാലൂട്ടി വളർത്തിയത് നമ്മുടെ സഭാ നേതൃത്വം തന്നെയാണ്. എറണാകുളത്തെ ജനങ്ങൾക്കും വൈദികർക്കുമെതിരെ ആക്രമം അഴിച്ചുവിട്ട ഇതേ കൽതായ മൂർഖൻ പാമ്പുകൾ ഇന്ന് പാല് കൊടുത്ത കയ്യെ തിരിഞ്ഞ് കൊത്തുകയാണ്. സുഹൃത്തുക്കളെ, അതാണ് ലോകനീതി. ദാറ്റ് ഈസ് ദ വേ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. നമ്മളുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ മെത്രാന്മാർ പടച്ചുവിടുന്നത് രാക്ഷസനെയാണ്. അവസാനം ആ രാക്ഷസനെ, ആ ഭൂതത്തെ ചങ്ങലയിട്ട് ഉറപ്പിക്കുവാൻ അവരെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. കാരണം അവർ സൃഷ്ടിച്ച ഭൂതം അവരെ നശിപ്പിച്ചുകൊണ്ടേ പോകൂ എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വെട്ടിത്തുറന്ന് ഓപ്പണായിട്ട് നർച്ചനെ, കാരണന്മാർ പറയുന്നവർ നർച്ചനെ ഞാൻ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവർ സൃഷ്ടിക്കുന്നത് രാക്ഷസനെ അല്ലെങ്കിൽ ഭൂതത്തെയാണ്. ഈ ഭൂതത്തെ ഇവർക്ക് തന്നെ പിന്നീട് കുപ്പിയിൽ ഇറക്കാൻ പറ്റുകയില്ല. ഈ ഭൂതം അവർക്കെതിരെ തിരിയും എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. നൗ കൈപ്പേറിയ പാഠം മാർ പാമ്പ്ലാനി പഠിച്ചു. ഇനിയെങ്കിലും അദ്ദേഹം നടപടിയെടുക്കുവാൻ റെഡിയാണോ? അതിനുള്ള ഇച്ഛാശക്തി അദ്ദേഹത്തിനുണ്ടോ? അതിനുള്ള ഇച്ഛാശക്തി നമ്മുടെ അതിരൂപതയുടെ തലവനായിട്ടുള്ള സഭാ തലവൻ്റെ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് നടക്കുന്ന മാർ തട്ടിലിനുണ്ടോ? അതിനുള്ള ഇച്ഛാശക്തി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൂരിയ ആരെയും പ്രതിനിധീകരിക്കുന്നില്ല. എറണാകുളത്തെ വൈദികർ അവരെ അംഗീകരിക്കുന്നില്ല, അവരുടെ കൽപ്പനകൾ അംഗീകരിക്കില്ല, അനുസരിക്കില്ല എന്നുള്ള കാര്യത്തിൽ അവർ പ്രതിജ്ഞാബദ്ധരാണ്. അത് സഭാ തലവന്മാർക്കും നമ്മുടെ അതിരൂപത തലവന്മാർക്കും, അതായത് പാമ്പ്ലാനിക്കും തട്ടിലിനും ശരിക്കറിയാവുന്ന സത്യമാണ്. എന്നിട്ടും അവർ തടിമല്ല് കാണിക്കുകയാണ്. എന്നിട്ടും അവർ ഇവരോട് അളവില്ലാത്ത കൂറ് കാണിക്കുകയാണ്. ഇത്ര ക്രിമിനലായിട്ടുള്ള, ഇത്ര അംഗീകാരമില്ലാത്ത, ഇത്ര വിശുദ്ധിയില്ലാത്ത, ഇത്ര നന്മയില്ലാത്ത ഈ വ്യക്തികളെ എറണാകുളം അതിരൂപതയിലെ ഏറ്റവും വെറുക്കപ്പെടുന്ന 3 പേരാണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ബസിലിക്കയിൽ വലിഞ്ഞു കയറിയിരിക്കുന്ന ഞാളിയത്ത് തരിയനും. ഈ അതിരൂപതയിലെ ഒരംഗീകാരവുമില്ലാത്ത ഒരിടവകയിൽ പോലും ഇനി അവരെ സ്വീകരിക്കില്ല. ഒരിടവകയിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരിടവകയിലെ ജനങ്ങളും ഈ ദുഷ്ടാന്മാക്കളെ വികാരിയായിട്ട് ഒരു സ്ഥാനത്തും അവരംഗീകരിക്കില്ല. ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും, ഇത്രയൊക്കെ നേരിട്ട് അനുഭവമുണ്ടായിട്ടും
ശക്തമായിട്ടുള്ള നിലപാടെടുക്കാനും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള മാനസിക ശക്തി അല്ലെങ്കിൽ ഇച്ഛാശക്തി നമ്മുടെ ഈ പറയുന്ന പാമ്പ്ലാനിക്കും തട്ടിലിനും ഇല്ലാതെ പോയി. അപ്പം എനിക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ പടമാണ്. പാമ്പ്ലാനി അതാണ് ഇതാണ് ഇപ്പോൾ എല്ലാം ശരിയാക്കി തരും, ഇതൊക്കെ അവരുടെ പടമാണ്. 2-3 ഗുണ്ടകൾ തിരിഞ്ഞു നിന്നാൽ തീരുന്നത് ഇവർക്കുള്ളൂ. കാരണം ഇവർക്കല്ലോ, ഇവർക്ക് ധാർമ്മികമായിട്ടുള്ള ശക്തിയില്ല, മോറൽസ്, ധൈര്യപൂർവ്വം സംഗതി ചെയ്യാനായിട്ട്. കാരണം അങ്ങനെ ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റില്ല. കാരണം ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് പുഴുക്കുത്തുകളുണ്ട്. എല്ലാവർക്കും പുഴുക്കുത്തുകളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ക്ലോസറ്റിൽ, ഇവരുടെ എല്ലാവരുടെയും വാർഡ്രോബിൽ അസ്ഥികൂടങ്ങളുണ്ട് സുഹൃത്തുക്കളെ, അസ്ഥികൂടങ്ങളുണ്ട്. ആ കബോർഡുകൾ തട്ടിപ്പൊളിച്ച് തുറക്കുവാനായിട്ടുള്ള ശക്തിയും അധികാരവും അറിവും ജോഷി പുതുവയ്ക്കും മറ്റുള്ള ക്രിമിനൽസിനുമുണ്ട്. അതുകൊണ്ട് അവരെ ഭയന്നാണ് നമ്മുടെ സഭാ നേതൃത്വം ജീവിക്കുന്നത് എന്ന് വേണം സാമാന്യ ബോധമുള്ള നമുക്ക് മനസ്സിലാക്കുവാൻ. അല്ലെങ്കിൽ എന്താണ് ഒരു ഉത്തരവ്, ഗെറ്റ് ഔട്ട്, കൂരിയായി പിരിച്ചുവിട്ടു. പറ്റില്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള പോലീസുകാരുണ്ടല്ലോ, പിണറായി പോലീസ്, അവർ വിളിച്ചിട്ടുണ്ടല്ലോ നിരപരാധികളായിട്ടുള്ള എറണാകുളം അങ്കമാലി വിശ്വാസികളെ പുറത്തിറങ്ങാനും നമ്മുടെ വൈദികരെ അടിച്ച് ചമ്മന്തിയാക്കാനും ഒറ്റ ഫോൺ കോൾ കൊണ്ട് കഴിയുന്ന കഴിവുള്ള നമ്മുടെ സഭാ നേതൃത്വമുണ്ട്. അവർക്കാണോ ഈ 3 ക്രിമിനൽസിനെ ആ അരമനയിൽ നിന്ന് ഇറക്കിക്കളയാനായിട്ട് ബുദ്ധിമുട്ട്? അല്ല. കാരണം ആ കൂരിയായിലുള്ള എസ്പെഷ്യലി ഈ ജോഷി പുതുവ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അതോടെ ഇവരുടെയൊക്കെ ആപ്പീസ് പൂട്ടും. അങ്ങനെ ജോഷി പുതുവയെ ഭയന്നാണ് ഇവർ ജീവിക്കുന്നത്, ഈ പാമ്പ്ലാനിയും അതുപോലെ തന്നെ മറ്റുള്ളവരും. ജോഷി ബുദ്ധിയുള്ളവനാണ്. അവനിവരുടെ എല്ലാ രഹസ്യ കച്ചവടങ്ങളും പിടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. നമുക്കറിയാവുന്നതിനേക്കാളും കൂടുതൽ ഇവർ ചെയ്തിരിക്കുന്ന വൃത്തികേടുകളുടെ സൂക്ഷിപ്പുകാരനാണ് ഈ ജോഷി പുതുവ. കാരണം അദ്ദേഹവും അതിനകത്ത് പങ്കുചേർന്നിട്ടുള്ളവനാണ്. അതുകൊണ്ട് നമ്മുടെ സഭാ നേതൃത്വം അയാളാൽ, ഈ ജോഷി പുതുവയാൽ അല്ലെങ്കിൽ നമ്മുടെ കൂരിയായാൽ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദാറ്റ് ഈസ് നഗ്ന സത്യം, അതാണ്. അല്ലെങ്കിൽ പാമ്പ്ലാനിയുടെ ഡയറക്റ്റായിട്ടുള്ള ഉത്തരവ്, അതായത് 3-4 റെപ്രസെൻറ്റേറ്റീവിനെ, പ്രതിനിധികളെ എന്നെ കാണാൻ വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് ലംഘിച്ച് അവർ ഒരാൾക്കൂട്ടത്തെ തന്നെ 10-100 ആൾക്കാരെ, നിങ്ങൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ? ഒരധികാരിയും ഒരു രാഷ്ട്രീയ നേതാവോ ഒരു മതനേതാവോ അർഹിക്കുന്നതല്ല 10-100 കള്ളുകുടിയന്മാരെ കൊണ്ട് വളഞ്ഞ് ഇട്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന ആ സീൻ. അപ്പോൾ വേറെ ആരുണ്ട്? 3-4 പ്രതിനിധികളെ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന ഓളം കിട്ടില്ല. അവിടെ ഒരു അരാജകത്വം സൃഷ്ടിക്കുക, അവിടെ ഒരു റയറ്റ്, അവിടെ ഒരു ഖരാവോ, അവിടെ ഒരു സംഘർഷം സൃഷ്ടിച്ച് ഇദ്ദേഹത്തെ കുഴയ്ക്കുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം. അത് 4 പ്രതിനിധികൾ ചെന്നാൽ നടക്കില്ല. അവിടെ ഒരു ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം, ഭീകരാന്തരീക്ഷം. അപ്പോൾ ഇവർ ചെയ്തത്, ബിഷപ്പ് പാമ്പ്ലാനിയെ അവർ കൈവച്ചോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ കൈവച്ചതിനപ്പുറം അവർ ചെയ്തു. ഞാൻ പറഞ്ഞത് തന്നെ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈദികർക്കെതിരെ, എത്ര വൈദികർക്കെതിരെ ഇവരാക്രമണം നടത്തി നമ്മുടെ സഭയിൽ, എറണാകുളത്തെ അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ എത്ര വൈദികരെ അവർ ഫിസിക്കലി അറ്റാക്ക് ചെയ്തു. ഫാദർ ജെറിൻ, പ്രസാദഗിരി, അതുപോലെ തന്നെ ഏറ്റവും നഗ്നമായ ആക്രമണം നടന്നത് തൃപ്പൂണിത്തുറ വികാരി, ആൾത്താറിയിൽ വെച്ച് നമ്മുടെ വൈദികർക്ക് നേരെയുള്ള ക്രൂരമായ ആക്രമണം. 21 വൈദികരെ പോലീസ് വലിച്ചു ചൂട്ടി. അതായത് ജർമ്മനിലെ നാസി പോലീസ് യഹൂദരെ വലിച്ചു കൊണ്ടുപോകുന്നതിനേക്കാളും നികൃഷ്ടമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാമ്പ്ലാനിയെ തൊട്ട് കളിച്ചപ്പോഴത്തേക്കും തലശ്ശേരി ഇളകി, മാതൃസംഘം ഇളകി, അവിടുത്തെ ചാൻസലറും PROയുമായ ഫാദർ ബിജു മുട്ടത്തുകുന്നേൽ ഇളകി. പാമ്പ്ലാനിയെ പോലെ വേദനിക്കുന്ന ഒരു ഹൃദയവും ശരീരവും ഉള്ളവർ തന്നെയാണ് എറണാകുളത്തെ ഇവരുടെ ആക്രമണങ്ങൾക്ക് ഇരയായ അവിടുത്തെ വൈദികരും. പാമ്പ്ലാനിയെ പോലെ ചുവന്ന രക്തമോടുന്നവരാണ് നമ്മുടെ വൈദികരും. അദ്ദേഹത്തെ പോലെ വേദനിക്കുന്ന ഹൃദയമുള്ളവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും. ഈ കൽതായ ഗുണ്ടകളുടെ ഇരയായ നമ്മുടെ വൈദികരും.
ഇതൊന്നും മനസ്സാക്ഷിയുള്ള ആൾക്കാർക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റുന്നതല്ല. അതിന് ധൈര്യം കാണിച്ച നമ്മുടെ അതിരൂപതയിൽ, നമ്മുടെ സഭയിൽ വളരെ അപൂർവം വൈദികരല്ലാതെ ഇതുപോലുള്ള ആക്രമണങ്ങളെ അപലപിച്ച ഒരൊറ്റ മേലധ്യക്ഷനുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് അല്ലെങ്കിൽ നാളെ അവർക്ക് നേരെ കൈ ചൂണ്ടപ്പെടും. ആക്രമണം അവരുടെ വഴി വരുന്നുണ്ട്. അവർക്ക് അവരുടെ പള്ളികളിൽ പോകാൻ പറ്റാത്ത ഗതികേട് വരും. ജനങ്ങൾ അവരുടെ പുറത്ത് ഉത്സവം നടത്തുന്ന ടൈം വരും നമ്മുടെ മെത്രാന്മാരുടെ. കാരണം എല്ലാവർക്കും മനസ്സിലായി ഇതിലൊരു കുന്തവും ഇല്ല. ഓക്കെ, ഒരു കുന്തവും ഇല്ല. വൈദികനെ ആക്രമിച്ചാൽ ഒരു കുന്തവും ഇല്ല, മെത്രാനെ ആക്രമിച്ചാൽ ഒരു കുന്തവും ഇല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അവരുടെ കയ്യറപ്പ് മാറി. അതുകൊണ്ട് കേരളത്തിലെ വിശ്വാസികൾ നമ്മുടെ മെത്രാന്മാരെയൊക്കെ പുറത്ത് തമ്പോറ് കൊട്ടുന്ന കാലം അതിവിദൂരമല്ല. താങ്ക് യു വെരി മച്ച്.